സിനിമയാണ് ആളുകളെ കൊണ്ടുവന്നത്. ഇപ്പൊ സീരിയലിലേക്ക് കൊണ്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതെ. ഇതും മുടക്കിയാൽ വീട്ടിൽ കയറി തല്ലുന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത്ര വയസ്സായി അപ്പം നിങ്ങൾക്ക് പ്രായമായെന്നേ ഞങ്ങൾ പറയുള്ളൂ. ഇവരാരും പറയില്ല. ചോദിച്ചു എനിക്ക് പ്രായം എനിക്ക് പ്രായം ആരും പറയില്ല. ഞാൻ നേരം തിരിച്ചു പിടിച്ചിട്ട് പിടിക്കണില്ല കേട്ടോ. സുരേഷ് ചേട്ടൻ പൂക്കിയാണ്. ഈ സെറ്റിൽ ഉണ്ടാക്കാനാണോ? ഇതുവരെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തമാശ മാത്രമുള്ള ഒരു ക്യാരക്ടർ അല്ല. ചെറിയൊരു വ്യത്യാസമൊക്കെ എന്നാൽ തമാശയുണ്ട്. തമാശയുണ്ട്, നല്ലോണം തമാശ ഉണ്ട്. 10 കോടി ബഡ്ജറ്റ് ഇട്ടിട്ട് ആ പടം കഴിയുമ്പോഴത്തേക്ക് അത് 20-25 കോടിയായി മാറുന്നു എന്ന് പറഞ്ഞൊരവസ്ഥ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്, അതിനെന്താണ് റീസൺ എന്ന് കണ്ടുപിടിച്ചിട്ട് അത്തരം അനാവശ്യമായിട്ടുള്ള മോശമായ രീതിയിലും ടോവി ഇല്ലാത്തപ്പോൾ കുറിച്ച് സംസാരിക്കും. നമുക്ക് ഉള്ളതല്ലേ പറയാൻ പറ്റൂ. ഉള്ളതല്ലേ പറയാൻ പറ്റൂ. നമ്മൾ അയാളുടെ അടുത്ത് പറയാൻ പറയും ഞാൻ അങ്ങനെ അല്ലാന്ന് പറയാൻ പറയും, അയാൾ പറയില്ല. മലയാള സിനിമയിൽ അങ്ങനത്തെ ഒരു ചിരിയില്ല എന്ന് തോന്നുന്നു. കാരണം ഇത്രയും അത് ഉള്ളിൽ നിന്ന് വരുന്ന ചിരിയാണ്. നമ്മൾ ബാക്കി പലരുടെയും ചിരി കണ്ടിട്ടുണ്ടെങ്കിലും അതിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു അഭിനയം അല്ലെങ്കിൽ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 5 അതിഥികൾ, 5 പേർക്കും സ്വാഗതം. താങ്ക് യു. ആ ഇരിപ്പ് തന്നെ വയ്ക്കുക. ആ സെൻട്രല് ബാലൻസ് ചെയ്തിരിക്കണ ലൈഫ് അല്ലേ. മരണ മാസമായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അല്ല, ഇതിലൊരു കാരണവർ നിലയിൽ അദ്ദേഹത്തിന് തുടങ്ങുന്നില്ല. എന്റെ അടുത്ത് തുടങ്ങുന്നില്ല. എന്റെ ബേസിൽ എപ്പോഴും ബേസിൽ ഒരേ പ്രായക്കാരൻ ആരൊക്കെ എല്ലാവരും. കുറച്ച് സൈസ് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട്. അതല്ല, മരണ മാസമായ മനസ്സല്ല നിങ്ങളുടെ എല്ലാം. എന്തായാലും നല്ലൊരു സിനിമ വീണ്ടും പ്രേക്ഷക റൂമിലേക്ക് എത്തുകയാണ്. അതിലേറ്റവും പ്രാധാന്യമായിട്ട് കാണുന്ന ടോവി ആണ് ഇതിന്റെ പ്രൊഡ്യൂസർ. എല്ലാവരെയും ഒന്ന് എങ്ങനെ ആക്കി എടുത്തു എന്നുള്ളത് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളുന്നത്. അതാണ് എനിക്ക് ഇതിലും അത് എനിക്ക് ടോവി പ്രൊഡ്യൂസർ ആയപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയാണ്ട്. ഒരു ഡയറ്റിലൊക്കെ വെയിറ്റ് ഒക്കെ കുറയാൻ പറ്റിയല്ലേ? വെയിറ്റ് വെയിറ്റ് ഒക്കെ കുറഞ്ഞു. ടോവിയുടെ അല്ല, ടോവിയുടെ കുറഞ്ഞു, കൂടി. ടോവിയുടെ കൂടി. ഇല്ല, നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു. അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണെങ്കിലും ഗോകുൽ ടോവിയുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ബ്രദറാണ്, ലിങ്സ്റ്റൺ ചേട്ടനാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാൾ. പിന്നെ റാഫേൽ ഏട്ടൻ, പിന്നെ തൻസീർ, അവരങ്ങനെയൊക്കെയുള്ള അവരൊക്കെയാണ് ഇതിന്റെ കോ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഇത്തിരി ബജറ്റൊക്കെ ഇച്ചിരി കൂടിയായിരുന്നു. കാരണം മഴ, ഇതായിട്ടുള്ള പ്രശ്നങ്ങൾ. നമ്മൾ 20 ദിവസത്തോളം മഴ പെയ്തു ഷൂട്ടിൻ്റെ ഇടയിൽ. 10-50 ദിവസം ചാർട്ട് ചെയ്ത സിനിമ 70-80 ദിവസത്തോളം നീണ്ടുപോയി. അപ്പം അതിൻ്റേതായിട്ടുള്ള ബജറ്റ് നമ്മൾ വിചാരിക്കാതെ, അതും മഴക്കാലമല്ലാത്ത സമയത്ത് പെരുമഴയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ. പല സമയത്ത് ഷെഡ്യൂൾ ബ്രേക്കുകൾ ചെയ്യേണ്ടി വന്നു, വീണ്ടും ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് അത്രയും ദിവസം സെറ്റൊക്കെ ഹോൾഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ചില സെറ്റുകൾ വീണ്ടും പുതുക്കി പണിയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഒക്കെ കാലാവസ്ഥാപരമായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും സിനിമയെ കോംപ്രമൈസ് ചെയ്ത രീതിയിൽ വളരെ വളരെ വൃത്തിയായിട്ടൊക്കെ തന്നെ ഒരു തരത്തിലും ഡയറക്ടർക്കോ ബാക്കി ടെക്നീഷ്യൻസിനോ ഒരു തരത്തിലൊന്നുള്ളൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ടുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ തന്നെ വളരെ നീറ്റായിട്ടുള്ള ഷൂട്ട് തന്നെയായിരുന്നു. പക്ഷേ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ വളരെ വൃത്തിയായിട്ട് തന്നെ സിനിമ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസർ എന്ന നിലയിൽ എന്താണ് ഉപദേശം കൊടുത്തത്? ഞാൻ പ്രൊഡ്യൂസർ അല്ലല്ലോ. പ്രൊഡ്യൂസറിന് കൊടുത്ത ഉപദേശം പ്രൊഡ്യൂസറിന് കൊടുത്ത ഉപദേശം, എനിക്ക് പ്രൊഡ്യൂസേഴ്സിന് ഉപദേശം കൊടുക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ പ്രൊഡ്യൂസർ അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് സംവിധായകനാണെങ്കിൽ ആണെങ്കിൽ എല്ലാം ചിലപ്പോൾ ശ്രമിച്ചേനെ. അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള രീതിയിൽ അവൻ എന്നെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടർ, അവനാണ് എനിക്ക് ഉപദേശങ്ങൾ തരാറ്. അതെ. അവിടെ വെച്ച് കൈമാറിയ ഉപദേശം എന്താ? കൈമാറിയ ഉപദേശം, അങ്ങനെ ഉപദേശമൊന്നും കൈമാറിയില്ല. ഉപദേശം ഒന്നുമില്ല. ഇല്ല. ഇപ്പൊ എന്തിനിപ്പോ ഉപദേശം? ഉപദേശിക്കണമെന്നുണ്ടോ? അല്ല, ടോവി നല്ലൊരു സിനിമ ലവറാണ്. സിനിമ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് ഒരു സിനിമ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അയാൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പുതിയ സംവിധായകനാണ്, അല്ലെങ്കിൽ പുതിയ തിരക്കഥാകൃത്താണ്, അവരെ വിശ്വസിച്ചുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. ഒരു രീതിയിലും ഒരു തടസ്സവും നമുക്കുണ്ടായിട്ടില്ല.
കാരണം ഒരു സമയത്ത് ഇത്രയും 10-24 ദിവസത്തോളം മഴയിൽ ഞങ്ങൾ എന്നാൽ എല്ലാ ദിവസവും ലൊക്കേഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചില ദിവസമൊക്കെ രാവിലെ വരെ ഇരുന്നിട്ട്, ഇത് ഫുൾ നൈറ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഫുൾ നൈറ്റ് വെച്ചാൽ അധികം നൈറ്റിലാണ് ഈ കഥ പോകുന്നത്. ഞാൻ വിളിക്കുമ്പോൾ അതെ, അപ്പോൾ രാവിലെ 6 മണി വരെ ഇരുന്നിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. വളരെ കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് അത്രയും ബാക്കി മണിക്കൂറുകൾ വെറുതെ ഇരുന്നിട്ട് പോയിട്ടുണ്ട്. വേറൊരു പ്രൊഡ്യൂസറാണെങ്കിൽ തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ടാവും, ആരായാലും ടെൻഷൻ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അങ്ങനെ പല ദിവസങ്ങളുമാണ്. പക്ഷെ എന്നാലും ടൊവി ലൊക്കേഷനിൽ വരുമ്പോഴത്തേക്കും നമ്മളെല്ലാം ഭയങ്കരമായിട്ട് കംഫർട്ട് ചെയ്യാറുണ്ട്. ഒരു രീതിയിലും ഞങ്ങളെ വിഷമിപ്പിച്ചിട്ടില്ല. ഭയങ്കര ഹാപ്പി ആയിരിക്കും ഹാപ്പിയായിരുന്നു അല്ലേ? ഈ സിനിമയിലേക്ക്, ഒരു കഥയിലേക്ക് ഇവരൊക്കെ വേണമെന്ന് തീരുമാനിക്കും. ടൊവിയുടെ അടുത്താണ് ആദ്യം കഥ പറയുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഫസ്റ്റ് ആദ്യം എഴുതുന്ന സമയത്ത് ഇവരെ എല്ലാവരും അങ്ങനെ ഇല്ലായിരുന്നു. ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന നോക്കാൻ പിന്നെ വൺലൈനൊക്കെ ആക്കിയിട്ട് പിന്നെ നേരെ ടോയ്ച്ചേട്ടൻ്റെ അടുത്ത് ഇതിന്റെ ഡയറക്ടർ ശിവപ്രസാദ്, മിന്നലിന ബേസിലിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അവർ തമ്മിൽ ടോയ്ച്ചേട്ടനോടൊരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ ഇതിന്റെ വൺലൈന് ടോയ്ച്ചേട്ടൻ അയച്ചു കൊടുക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു, അടുത്ത ഡ്രാഫ്റ്റ് പ്രസന്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഏകദേശം പ്രൊജക്റ്റ് ഓണായി. അതിനുശേഷമാണ് നമ്മൾ ആർട്ടിസ്റ്റുകളിലേക്ക് എല്ലാറ്റിലേക്കും എത്തുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു അല്ല, നിങ്ങളൊരു ഗ്യാങ് ആയിട്ട് തന്നെയാണ് ഇതിനകത്ത് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം ബേസിലെ കൂടെ ഉണ്ടായിരുന്ന ആള് ഡയറക്ടർ ആവുന്നു. ആ ഒരു കൂട്ടുകെട്ടിൽ തന്നെ ഒരു സിനിമ വിരിയുകയാണെന്ന് എനിക്ക് തോന്നി. അതെ, ഇത് ബേസിലേട്ടൻ്റെ ശിഷ്യനാണ് ശിവപ്രസാദ്. പിന്നെ രാജേഷനുമായിട്ട് പണ്ടുതൊട്ടേ അവർ പരിചയക്കാരാണ്. പിന്നെ ഞാൻ ഞാനാണ് പിന്നെ ഏറ്റവും അവസാനം കയറിയ ആള്. ഞങ്ങൾ ഒരു പരസ്യത്തിനകത്ത് ഒരുമിച്ച് ഞാൻ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അതിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞാനും ശിവപ്രസാദും തമ്മിലൊന്നൊരു കണക്ഷൻ ഉണ്ടാകുന്നത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കഥകളെ പറ്റി അങ്ങനെ ഉണ്ടായ ഒരു കഥയാണ് വർണ്ണമാസം. പക്ഷേ ഈ കഥ പെട്ടെന്ന് ഉണ്ടാകും, പെട്ടെന്ന് ഷൂട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പെട്ടെന്നാണ് ഒരു പൂജ നടക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു. ഈ പറഞ്ഞ ഈ മഴയുടെ പ്രശ്നമൊന്നുമില്ല, ഇതിനു മുമ്പ് ഷൂട്ട് കഴിഞ്ഞ് സിനിമ റിലീസ് കഴിഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു തടസ്സം അത് മാത്രം നിന്നെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ജനുവരിയിലൊക്കെ റിലീസ് പ്ലാൻ ചെയ്തിരുന്നല്ലോ. അങ്ങനെ എന്തോ പ്ലാനിങ് ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഇതിലെങ്ങനെയാണ്? ഞാൻ ട്രെയിലർ കണ്ട് കുറെ ഡയലോഗ് ഉണ്ട്. മറ്റേ മൊയിലർച്ചയൊക്കെ കൊടുക്കുന്നുണ്ട്. അതെ, അത് അങ്ങനത്തെ ഒരു പ്രത്യേക ക്യാരക്ടറാ. അല്ല, അല്ലെങ്കിൽ പ്രത്യേക ക്യാരക്ടർ ആളോ എടുക്കുന്നത്. അത് അങ്ങനെ വരുന്നുള്ളൂ, വേറെ കിട്ടാഞ്ഞിട്ടാ. ക്യാരക്ടർ ഓക്കെയാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് കാസ്റ്റിംഗ് രാജേഷിന്റെ. കാരണം ഒരു സീരിയൽ കില്ലറാണ് ഇതിനകത്ത്. ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന സംഭവങ്ങളുമാണ്. കറക്റ്റാണ്. ഇപ്പൊ ഇറക്കുന്ന സമയം കറക്റ്റാട്ടോ. സിനിമയാണ് ആളുകൾക്കുള്ളത്. ഇപ്പൊ സീരിയലിലേക്ക് കൊണ്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും പിന്നെ ഇതൊരു ഫണ്ണാണ് ആക്ച്വലി. ചിരിക്കാറുണ്ട്. കല്യാണം കഴിക്കാൻ പോലും സാധിക്കാത്ത അവിടെയുള്ള ചെറ്റകൾക്ക് തെണ്ടുകൾക്ക് വരെ മൈക്കെടുത്ത് പ്രസംഗിക്കാൻ നടക്കുമല്ലേ? കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അല്ലേ? വല്ലാത്തൊരു അവസ്ഥ. 22 എണ്ണം പോയി. 23-ാമത്തെ അപ്പോഴാണ് നമ്മള് മൈക്കുമായിട്ട് കുറച്ച് വയലന്റ് ആവും. ആരെല്ലാം വയലന്റ് ആയി പോകും. പിന്നെ ഉറപ്പല്ലേ? ഇതും മുടക്കിയാൽ വീട്ടിൽ കയറി തല്ലുന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നയാൾ. കാരണം ഇത്ര വയസ്സായി എപ്പം അങ്ങനെയെങ്കിലും വയസ്സായിരുന്നു സമ്മതിച്ചില്ല. എന്റെ വയസ്സല്ല, എനിക്ക് വയസ്സായിട്ടില്ല. എന്നാലും അതിനകത്ത് കിട്ടില്ല കേട്ടോ, ഉറപ്പാണ്. മുടി പോലും നരച്ചിട്ടില്ല എനിക്ക് ഇപ്പോഴും. ഞങ്ങൾ പോലും അംഗീകരിക്കുന്നില്ലല്ലോ. ഇവര് പോലും പറയുന്നില്ലല്ലോ. ഞാൻ അങ്ങനെ പറയണെന്ന് എനിക്ക് മനസ്സിലാണല്ല. അലിയുടെ ഇപ്പൊ ഒന്ന് ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടിയാണോ? അത് ഹൈദരിക്ക നിങ്ങൾ ഒരുമിച്ച് സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള നടക്കില്ല, സാധിക്കില്ല. നിങ്ങൾക്ക് പ്രായമായെന്നേ ഞങ്ങൾ പറയുള്ളൂ. ഇവരാരും പറയില്ല. ചോദിക്കും എനിക്ക് പ്രായം, എനിക്ക് പ്രായം ആരും പറയില്ല. ഞാൻ തിരിച്ചു പിടിക്കുന്നില്ല. ചേട്ടൻ പൂക്കിയാണ്. പുതിയ പേരാണ് കേട്ടാണല്ലേ? ഈ സെറ്റിലുണ്ടായ പേരാണോ? അല്ലല്ല, അത് പൂക്കി. കണ്ട അപ്പം അറിയത്തില്ല. സെറ്റിലുണ്ടായ പേരാണ് പൂക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനല്ല, അത് മറ്റൊരു വേൾഡ് ആണ്. അല്ല, അത് എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു തന്നെ. അത് പൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂട്ടി ചുക്കുട് എന്നൊക്കെ പറയുന്നത്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരു വിളിയാണല്ലേ രാജേഷ് പറഞ്ഞല്ലോ. ഈ നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചെന്ന് തുടങ്ങാം, വെറൈറ്റി കഥാപാത്രങ്ങൾ എല്ലാ സിനിമയിലും നോക്കും വെറൈറ്റി കഥാപാത്രം കിട്ടുന്നുണ്ട്. അത് കൈയടി വാങ്ങുന്ന സിനിമകളാണ്. ഒരു നമ്മളെ തേടി വന്ന കഥാപാത്രങ്ങൾ ആളുകളെ ചിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വരുന്നത് എനിക്ക് തോന്നുന്നു. അത്തരം കഥാപാത്രങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? അതെ, ഇപ്പൊ ഇതില് ചെറിയ രീതിയിൽ അതിന് ചിലപ്പോ മാറ്റം ഉണ്ടാവാം. കുറച്ച് ഇതുവരെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തമാശ മാത്രമുള്ള ഒരു ക്യാരക്ടർ അല്ല, ചെറിയൊരു വ്യത്യാസമൊക്കെ. എന്നാൽ തമാശയുണ്ട്, നല്ലോണം തമാശ ഉണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് എന്താ
തമാശ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കോമഡി പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടർ വരുമ്പോൾ ചാടി വീഴും അതിലേക്ക്. ഇത് പിന്നെ എന്തെങ്കിലും വേറെ നമ്മളെ കൊണ്ട് ഇങ്ങനത്തെയൊക്കെ ചെയ്യിക്കാന്ന് ആൾക്കാർക്ക് തോന്നണമല്ലോ. അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം എന്നുണ്ട്. ഇനിയിപ്പോ അടുത്ത സിനിമയിൽ തമാശ ഇല്ലാത്തൊരു ക്യാരക്ടറാണ് ഇനിയുള്ള എല്ലാം മാറി മാറി പിടിക്കണമെന്ന് അല്ല, അങ്ങനെ അത്യാവശ്യത്തിന് വരുമ്പോ അങ്ങനെ തേടി അങ്ങനെ വരുമ്പോ കിട്ടുന്നതാണല്ലേ. ഇത്രയും ആളുകളുടെ മുമ്പിൽ എങ്ങനെയായിരുന്നു അവിടെ ഒന്ന് പിടിച്ചിരിക്കാൻ പറ്റിയ? അല്ല ഗംഭീര നല്ലത്. ഇന്റർവ്യൂവിന് പറഞ്ഞൊരു തമാശയാണ്, പക്ഷെ അവിടെ കേട്ടില്ല. അല്ല, എങ്ങനെയാ പിടിച്ചതെന്ന് ഇതേ ചോദ്യം ചോദിച്ചു. എങ്ങനെയാണ് അനിഷ്മ പിടിച്ചതെന്നത് എന്ന് ചോദിച്ചപ്പോൾ അതൊരു ബസ്സിലായിരുന്നു ഷൂട്ട്, അപ്പൊ അവിടുത്തെ കമ്പിയിൽ പിടിച്ചു നിന്നു എന്നൊരു തമാശ പറയുകയുണ്ടാവുകയും ആ തമാശ തുടർന്ന് വലിയ രീതിയിലുള്ള അപമാനം ഞാൻ ഏൽക്കേണ്ടി വരികയും ചെയ്തതിനാൽ അവൾ അത് പറയുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോഴും അത് പറയിപ്പിക്കുകയും ഞാനിത് സത്യസന്ധമായിട്ട് ചോദിച്ചതാ. ഇല്ല, എനിക്ക് ഭയങ്കര രസമായിരുന്നു ഷൂട്ട് മൊത്തം. ഇവരെല്ലാരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല അടിപൊളിയായിരുന്നു. എങ്ങനെ സപ്പോർട്ടിങ് ആയിരുന്നു? ബേസിൽ എന്താ സപ്പോർട്ട് ചെയ്തത്? ബേസിലായിട്ടൻ നമ്മളിപ്പോ ഞാൻ അഭിനയിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ പുള്ളി പറഞ്ഞു തരും. അത് ഇങ്ങനെ ചെയ്തു, അഭിനയിച്ചും കാണിച്ചു തരും. അഭിനയിച്ചൊക്കെ കാണിച്ചു തന്നോ? പിന്നെ അഭിനയിച്ചു കാണിച്ചു അത് ഇവരാരുണ്ടല്ലോ അഭിനയിച്ചു ഉണ്ട്. അല്ല, ഞങ്ങളൊന്നും ഇല്ലാത്തവർക്ക് മാത്രമുള്ള സീൻസ് അല്ല, ഇവര് രണ്ടിനും കപ്പിൾസ് ആണ് പടത്തിനകത്ത്. അപ്പം ബസ്സിൽ കയറുന്നതിന് മുമ്പ് ഇവർക്കൊക്കെ കുറെ സീൻ അവിടെ വല്ല പഠിപ്പിച്ചിട്ടുണ്ടാവുമായിരിക്കും. ബസ് കയറിയ ശേഷം പഠിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല. ആ ബസ്സിലുള്ള ഏക പെൺതരിയ. അപ്പൊ അതിനെ ഞങ്ങളെ പൊന്നുപോലെ നോക്കി അങ്ങനെ അതിന് മുമ്പ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതിന് മുമ്പ് അത് അഭിനയിച്ച് കാണിച്ചു കൊടുത്തത് ബേസില്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എപ്പോഴോ ഒന്ന് രണ്ട് എന്തോ ഒരു ഷോട്ട് അത് ചെയ്ത് നോക്കാൻ നന്നായിരിക്കും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര അനിഷ്മയ്ക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഓഡിഷൻ വഴി സെലക്ട് ചെയ്തതാണ്. നല്ല ആർട്ടിസ്റ്റ് വേണം, നല്ല സ്ട്രോങ് അല്ല നല്ല ആർട്ടിസ്റ്റ് ആണ്. ഇതിന് മുമ്പ് ഇതിൽ ഓഡീഷനിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? ഓഡിഷൻ ഞാൻ മുന്നേ അയാം കാതലിനെ അഭിനയിച്ചത്. അപ്പൊ അത് ഇറങ്ങാൻ കുറച്ച് ലേറ്റ്. അപ്പൊ അതിന് മുന്നെയാണ് അതെ, അതിന് മുന്നെയാണ് ശിവൻചേട്ടൻ എന്നെ ഇങ്ങനെ വിളിക്കുന്ന ഓഡിഷൻ. കാസ്റ്റിംഗ് കോള് വിളിച്ചായിരുന്നല്ലോ അതിലൊരു എൻട്രി അല്ലായിരുന്നു. അതിൽ ശിവൻചേട്ടൻ അല്ലാണ്ട് വിളിച്ചു അതിന് മുന്നേ കഴിഞ്ഞ വർഷം ഈ മാർച്ചില് ഈ സമയത്താ വിളിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഓഡിഷന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. ഓഡിഷൻ പോയാലും ഇപ്പൊ എന്താ പ്രശ്നം? അല്ല, ഒരു പ്രശ്നമില്ല. അയാം കാവലനിലൊക്കെ അഭിനയിച്ചതല്ലേ, അതിന് മുന്നേ ആയിരുന്നു ഈ സിനിമയിലേക്ക്. അങ്ങനെ ആയിരിക്കാനാ കളിയാക്കാൻ. ന്യായമായ കാര്യത്തിനൊക്കെ നമ്മൾ കൂടും. പക്ഷെ ചോദ്യത്തിന്റെ ദുനിയല്ലേ. ആരായി പറയുന്നത്? അതിപ്പോ എന്നെ കുറിച്ച് സുരേഷേടും പറഞ്ഞു അല്ലാത്ത കാര്യത്തിൽ നമ്മളിങ്ങോട്ട് കേറുന്നതിന് മുമ്പ് കാര്യം പറഞ്ഞു. ഇങ്ങോട്ട് കേറുന്ന ഞാൻ നല്ലതല്ലേ പറയാറുള്ളൂ. അതൊക്കെ മാറി. ഇപ്പൊ നമ്മള് കറക്റ്റ് നല്ല ഇതിലങ്ങ് പോവാന്നുള്ള റൂട്ടാണല്ലോ. ഇപ്പൊ എത്ര ഇന്റർവ്യൂ നമ്മൾ അത് ചെയ്തു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. ആ തിരിച്ചറിവ് ഉണ്ടാകുന്നതാണല്ലോ ഒരു മനുഷ്യന് ഏറ്റവും വലിയ മാറ്റം. തന്നെയാണ് യാത്ര ചെയ്യുന്നത്. വെരി ഗുഡ്. ഒരു മാറ്റമില്ല. ഈ സുരേഷിന്റെ അടുത്തുനിന്ന് നമ്മളെ ഒരു കൂടുതൽ സിനിമകൾ കണ്ടു വളർന്ന ആള് അല്ലെ? സുരേഷിന്റെ ഒത്തിരി സിനിമകൾ കണ്ടു വളർന്നിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഉപദേശം എന്തായിരുന്നു? സിനിമ ലൊക്കേഷനിൽ മോളെ ഈ അഭിനയിക്കുന്ന രീതികൾ പറഞ്ഞു തരുമോ? മോളെ എന്ന് വിളിച്ചിട്ട് വാത്സല്യത്തോട് പറഞ്ഞ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? ഉപദേശമായിട്ടല്ല, സുരേഷ് അണ്ണീന് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പഴയ സെറ്റിലെ കഥകളും പണ്ട് നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കാനും ഭയങ്കര രസമായിരുന്നു. പുള്ളി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കഥ പറയണമാതിരി പറഞ്ഞോണ്ടിരിക്കും. പിന്നെ സുരേഷ് ഏട്ടൻ എനിക്ക് ക്യാമറേന്റെ പരിപാടിയും നമ്മൾ എവിടെ നിൽക്കണം, കുറച്ച് മാറി നിൽക്കണം, നമ്മൾ പ്ലേസ് ചെയ്യണതിനൊക്കെ പറ്റിയിട്ടൊക്കെ ഷോട്ട് എടുക്കുന്നതിന് മുന്നേ ഇങ്ങോട്ട് നിന്നോ അന്നൊക്കെ അങ്ങനെ പറയുമായിരുന്നു. അപ്പൊ സുരേഷ് ഏട്ടൻ്റെ ആ സൈഡ് ഞാൻ കണ്ടപ്പോൾ അത് ഭയങ്കര പഠിക്കാനുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നി. പഴയ കഥകൾ കേട്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു?
അത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോണ്ടിരിക്കാൻ. അല്ലേ പഴയ കഥകൾ ഒത്തിരി കഥകളുണ്ട്, എക്സ്പീരിയൻസ് ഒത്തിരി മുഴുവൻ ഉള്ള പറഞ്ഞിട്ടില്ല, മുഴുവൻ പറഞ്ഞിട്ടില്ല. ഫൈറ്റിന്റെ എനിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അല്ലേ. ആര് കാശ് വന്നു? എന്നിട്ടാണ് ഇവര് ഈ പ്രൊഡ്യൂസർമാർ ഈ പൈസ കുറയ്ക്കണം എന്നൊക്കെ പറയണത്. അല്ല, ഈ പ്രൊജക്ട് കിട്ടിയിട്ടുണ്ട്, ഈ ഈ പ്രൊജക്ട് പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് തുടക്കകാലത്താ പറയുന്നത്. ആദ്യം അപ്പൊ ഈ പ്രൊഡ്യൂസർമാർ ഇങ്ങനെ പറയുമ്പോ ആ പഴയ വണ്ടിച്ചക്കൊക്കെ ഒന്ന് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല സുരേഷ് ഉണ്ട്, നിങ്ങൾ എന്താണ് ഈ പറയണെന്നൊക്കെ ചോദിക്കാൻ ഇഷ്ടംപോലെ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടല്ലോ. അതൊക്കെ ഒന്ന് കൊണ്ട് കൊടുക്ക്. ഒന്നുമില്ല, അമ്മയുടെ ഭാരവാഹിയും കൂടെ അല്ലേ. സമയം വരുമ്പോൾ കൊടുക്കും നമ്മൾ, സമയം വരുമ്പോൾ കൊടുക്കും. കയ്യിലുണ്ടോന്ന് അറിയിച്ചിട്ടുണ്ട് നമ്മൾ, അറിയിച്ചിട്ടുണ്ട്, രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് അല്ലേ. സിനിമയുടെ പൈസ കുറയ്ക്കണം, താരങ്ങൾ പൈസ കുറയ്ക്കണം, ഭയങ്കര നഷ്ടമാണ് സിനിമ. എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ പറയാം, സിനിമയ്ക്ക് പൈസ മുടക്ക് വരുന്നത് താരങ്ങളിലല്ല, മേക്കിങ്ങിലാണ് പൈസ വരുന്നത്. ഒരു സിനിമ എത്രമാത്രം നന്നാക്കാൻ പറ്റുമോ അവിടെയാണ് പൈസ വരുന്നത്. കഥ ആവശ്യപ്പെടുന്ന രീതിയിൽ നമ്മൾ മേക്ക് ചെയ്യണ്ടേ. മേക്ക് ചെയ്യുമ്പോൾ അതിനാണ് പൈസ തന്നത്. താരങ്ങൾക്ക് ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതല്ലേ കൊടുക്കുന്നുള്ളൂ, നമ്മളതിൽ കൂടുതൽ കൊടുക്കുന്നില്ല. ഇപ്പൊ ഈ സിനിമയുടെ ഇപ്പൊ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യങ്ങൾ പറയാത്, അതിലേക്ക് വന്നപ്പോൾ ഈ സിനിമ തന്നെ 10-25 ദിവസം നമ്മൾ മഴ കാരണം മാറ്റി വെച്ചപ്പോഴും ആ സിനിമയ്ക്ക് അവിടെ നിന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഉള്ളവർക്ക് പൈസ കൊടുക്കണം. നമ്മള് അവിടുത്തെ ബാറ്റ കൊടുക്കണ്ടേ. അതിപ്പം ഇതിന്റെ നിർമ്മാതാവ് ടോബി ആണ്ടതിന്റെ കണക്കറിയാം. ആ കണക്ക് അസോസിയേഷൻ പുറത്തു വരുമ്പോൾ ആ കണക്ക് വന്നൊന്നുമില്ല. അതാണ് ഒരു സത്യാവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ? ആയിരിക്കാം. അതിനകത്ത് ഇപ്പോൾ ഏതൊക്കെ കണക്ക് വരുന്നുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. കേരളത്തിൽ നിന്ന് മാത്രമാണോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് കേരള ഉണ്ടോ? അല്ല, ഇപ്പൊ കണക്ക് വിടുന്ന കേരളത്തിലെ മാത്രം തിയേറ്ററിൽ നിന്നിട്ടും ഷെയർ മാത്രമാണ് കണക്ക്. അത് അങ്ങനെ തന്നെ അച്ചടിച്ച് തന്നെ വരുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ മാത്രമല്ല ഒരു സിനിമയ്ക്ക് ബിസിനസ് നടക്കുന്നത്. അല്ല, ബിസിനസ് എല്ലാ രീതിക്കും നടക്കുമ്പോൾ ഒരു സിനിമ ലാഭത്തിലേക്ക് വരുമ്പോൾ അത് അങ്ങനെ ഇങ്ങനെ ഒരു മെൻഷൻ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സംശയങ്ങളും ഈ ഒരു പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിയുമെന്ന് സ്വയം വിലയിരുത്തുന്ന ഒരാളാണ് ഞാൻ. അത് സുരേഷ് ചേട്ടൻ്റെ ഒരു അമ്മ സംഘടനയുടെ ഇപ്പോഴത്തെ അഡോക് കമ്മിറ്റിയുടെ ഒരു മെമ്പർ എന്ന നിലയിൽ അതൊന്ന് പറയുകയാണെങ്കിൽ കറക്റ്റായി. സംഘടനയുടെ ഭാഗത്തുനിന്ന് ഞാൻ പറയാം, അതൊക്കെ പറയാൻ ആൾക്കാരുണ്ട്, അവിടെ പറഞ്ഞിട്ടുണ്ടോ. സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതി പറയാത്രേ ഉള്ളൂ. അത് എല്ലാ ബിസിനസ്സിനും കൂട്ടി പറയുന്നില്ല എപ്പോഴും നല്ലത് ഒരു സിനിമ. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ അല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്. ലാഭവും നഷ്ടവും എല്ലാം ഒരുമിച്ചല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒഴിവാകുന്ന എനിക്ക് തോന്നുന്നു. ഇല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം ഒഴിവായിക്കോളണമെന്നൊന്നുമില്ല, അതൊന്നുമില്ല. മനസ്സിലാക്കാൻ പറ്റൂലേ പറയുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് ശരിയാണ്. നമുക്ക് ഇപ്പോൾ താങ്ങാവുന്നതിലപ്പുറം ബഡ്ജറ്റിലേക്ക് പലരും ഒരു ബഡ്ജറ്റ് ഇടുന്നു. 10 കോടി ബഡ്ജറ്റ് ഇട്ടിട്ട് ആ പടം കഴിയുമ്പോഴത്തേക്ക് അത് 20-25 കോടിയായി മാറുന്നു എന്ന് പറഞ്ഞൊരവസ്ഥ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്, അതിനെന്താണ് റീസൺ എന്ന് കണ്ടുപിടിച്ചിട്ട് അത്തരം അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ചുരുക്കിയേ പറ്റൂ. അത് ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ്. ഒരു സിനിമയല്ലല്ലോ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഇനിയും കടന്നു വരാനുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അല്ലേ. എത്രയോ പേര് അധ്വാനിച്ചുണ്ടാക്കിയിട്ടാണ് ഇന്ന് ഈ സിനിമ ഇവിടെ നിൽക്കുന്നത്. നാളെ ഇനിയും അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊണ്ട് പോകേണ്ട സാധനമാണ്. അതല്ലാതെ ഇപ്പോൾ ഒരു 10 വർഷം കൊണ്ട് അവസാനിക്കുന്നതോ അല്ലെങ്കിൽ 50 വർഷം കൊണ്ട് അവസാനിക്കുന്നതോ അല്ല. അത് സിനിമയ്ക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഏത് സൈഡിൽ നിന്നും ആര് അഡ്വൈസ് ചെയ്താലും തീർച്ചയായിട്ടും അതൊരു കൂട്ടായ ചർച്ചയിലൂടെ ശരിയാണെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാവരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. കൃത്യമായ ഒരു മറുപടിയാണ്. എന്തായാലും അത് പറഞ്ഞപ്പോൾ അതിലേക്കൊന്ന് ഞാൻ പോയതാണ്. നമ്മൾ അപ്പോൾ മരണമാസം പഴയ സ്വഭാവം എടുത്തു പറയുന്നത് അതിലേക്ക് പോയൊന്നും പോയി. ഞാനത് ആലോചിച്ചോണ്ടിരുന്നു. ഒരു മാറ്റം ഒരു മാറ്റം അല്ല, ഞാൻ ഇട്ടതല്ല. അവിടെ നിന്ന് വന്നപ്പോ ഞാൻ അതൊന്നും ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരുന്നതല്ല. ഉള്ളിൽ നിന്നുള്ള സത്യങ്ങൾ തുപ്പുന്നു, അത്രയല്ലേ ഉള്ളൂ. എന്തോ ഒരു വാക്ക് കിട്ടിയപ്പോഴേ നാക്ക് വായിലേക്ക് ഇട്ടില്ല. അതിനുമ്പ് ഞാൻ അറിയില്ല, ഞാൻ പുതിയ മനുഷ്യനല്ലേ. പ്രൊമോഷൻ വന്ന ആ സിനിമയെ കുറിച്ച് മാത്രമല്ലേ ഞാൻ ചോദിക്കാറുള്ളൂ. ഇതൊരു മാസ് ഡയലോഗ് ആയിരുന്നു, അതുകൊണ്ടാ ഈ സിനിമയ്ക്ക് പറ്റിയ മാസ് ഡയലോഗ്. മരണമാസാകുമ്പോ മാസ് ഡയലോഗിലേക്ക് പിടിച്ചു. അവിടെ സിനിമയുടെ പേരുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. മനസ്സിലായി? നിങ്ങൾ രണ്ടുപേരും കൂടി ആ ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ വൈബ് ഉണ്ടാക്കി നിങ്ങൾ രണ്ടുപേരാണ് എന്നോട് ടോബി പറഞ്ഞു. ഞാൻ ഫോൺ ചെയ്തപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന സമയങ്ങളിൽ കോമഡികൾ പറഞ്ഞ് ആളുകളെ ചിരിപ്പിച്ച് ഏറ്റവും കൂടുതൽ ടോബിയെ കളിയാക്കുന്ന ഒരു സ്വഭാവമായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങനൊന്നുമില്ല. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് ഇവനാണ്, സിജു ആണ്. എല്ലാരും കളിയാക്കും, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. പക്ഷെ നമ്മൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ടോബി പൈസ ഒക്കെ മുടക്കിയിരിക്കുന്ന ആളാണ്. ടോബിയെ കുറിച്ച് നിങ്ങൾ അവിടെ വളരെ മോശമായ രീതിയിലും ടോബി ഇല്ലാത്ത കുറിച്ച് നമുക്ക് ഉള്ളതല്ലേ പറയാൻ പറ്റൂ. ഉള്ളതല്ലേ പറയാൻ പറ്റൂ. അയാളുടെ അടുത്ത് പറയാൻ പറയും, ഞാൻ അങ്ങനെ അല്ലാന്ന് പറയാൻ പറയും. അയാൾ പറയൂല. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ജീവിച്ചു പോണത്. ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ജീവിച്ചു പോകണം.
ഇത് രാത്രി മുഴുവൻ ഉറങ്ങാണ്ടിരിക്കണമല്ലേ, എളുപ്പമല്ല. 1 അല്ല 2 അല്ല, 50, 55, 60 ദിവസത്തോളം രാത്രി ഷൂട്ടായിരുന്നു. രാവിലെ 6 മണി വരെ ഇരിക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ ഈ ഉറക്കവും ക്ഷീണവും കളയുന്നതൊക്കെ. 1 മണിക്കൂർ ഉറങ്ങിയിട്ട് തിരിച്ചു വന്ന് അഭിനയിക്കാൻ എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ തന്നെ ഇരുന്ന് ഞങ്ങൾ ഓരോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി പഴയ സിനിമാ കഥകളും ഇതൊക്കെ ചെയ്യാം. നല്ല എന്തെങ്കിലും എല്ലാ ഷോട്ടിലും എല്ലാവരും ഉണ്ടാവും. ഞങ്ങൾക്ക് തമാശ ഷോട്ട് റെഡിയാ എല്ലാവരും അങ്ങോട്ട് പോകുന്നു. അപ്പൊ തന്നെ പോകും. എല്ലാവരും അങ്ങോട്ട് പോകുന്നു. പിന്നെ വീണ്ടും ഈ സുരേഷ് ഏട്ടനാണ് ഇതിനു മുമ്പ് സിനിമയില് അഭിനയിച്ചിട്ടില്ല. ഇല്ലല്ലോ, ആദ്യമായിട്ടല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് വലുതായിരുന്നല്ലേ സുരേഷിന്റെ കൂടെ? നമുക്കറിയാം സുരേഷിന്റെ സിനിമകളെല്ലാം നമ്മൾ നേരത്തെ ചോദിച്ച പോലെയാണ്. സുരേഷിന്റെ സിനിമകൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്, എത്രയോ ആർട്ടിസ്റ്റുകളായിട്ട് അഭിനയിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? സുരേഷ് ചേട്ടന് നമ്മൾ അഭിനയിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെയായിരുന്നു നമ്മൾ പണ്ട് സിനിമകൾ കണ്ടിട്ടുള്ള വില്ലൻ ആ രൂപവും ആ ഒരു സൈസൊക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു അയ്യോ പിടിച്ചിടിക്കുമോ പറയണ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഈ പറയുന്ന ഇങ്ങനത്തെ ഭയങ്കര വൃത്തികെട്ടവനായിട്ടുള്ള കണ്ണൊക്കെ ചുമപ്പിച്ച് വന്നിട്ട് ഔ എന്നൊക്കെ പറയണ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആയിട്ട് വരുന്ന റോളുകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ ഓ സുരേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ് പേടിച്ചിട്ടുള്ള റോളുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് അതിപ്പോഴും അതിൻ്റെ നമുക്ക് പേഴ്സണലി അങ്ങനെ പരിചയമില്ലാത്തത് കൊണ്ടൊക്കെ ഉള്ള മുമ്പും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇങ്ങനെ അടുത്ത് ഇടപഴകുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സുരേഷ് ഏട്ടൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുമായിട്ടും പെട്ടെന്ന് മിങ്കിളാവുന്ന, എല്ലാവരുമായിട്ടും പെട്ടെന്ന് ജെല്ലാവുന്ന, എല്ലാവരെയും ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും അതിന് ഒരു റെഫറൻസുകൾ ഉണ്ടാവും, ഒരു കോൺടാക്ട് ഉണ്ടാവും. ഓ ഇങ്ങനെ ഉണ്ടോ, അത് എനിക്കൊരു പരിചയമുള്ള ഒരാളുണ്ട്, ഞാൻ നമ്പർ തരാം, അയാളെ വിളിച്ചാൽ ഞാൻ വിളിച്ച് പറയാം. ഇങ്ങോട്ടൊരു യാത്ര പോകുന്നുണ്ട്, അപ്പോൾ അവിടെ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അവൻ എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തോളും, ഞാൻ ചെയ്തു തരാം. എങ്ങോട്ടെങ്കിലും പോയാൽ എത്തിയോ, കൃത്യമായിട്ട് സ്ഥലത്തൊക്കെ എത്തിയോ എന്നൊക്കെ വിളിച്ച് ചോദിച്ച് എല്ലാം ഫോളോ അപ്പ് ചെയ്യുന്ന സൗഹൃദങ്ങളൊക്കെ ഒരുപാടുള്ള സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു മനുഷ്യനെയല്ല റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന സുരേഷ് ഏട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഈ ബേസിലിന്റെ ചിരിയാണ് ഹൈലൈറ്റ് എന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട് എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും. ആ ഒരു ചിരിയെ കുറിച്ച് സുരേഷ് ഏട്ടൻ്റെ അഭിപ്രായം എന്താണ്? മലയാള സിനിമയിൽ അങ്ങനത്തെ ഒരു ചിരിയില്ലാന്ന് തോന്നുന്നു. കാരണം ഇത്രയും അത് ഉള്ളിൽ നിന്ന് വരുന്ന ചിരിയാണ്. നമ്മൾ ബാക്കി പലരുടെയും ചിരി കണ്ടിട്ടുണ്ടെങ്കിലും അതിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു അഭിനയം അല്ലെങ്കിൽ ഒരു ഇതുണ്ടായിരിക്കും. ഇത് ചിരി തുടങ്ങി നിർത്താൻ പറ്റില്ല ബേസിലിന്. അങ്ങനെ എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലെൻ്റെ ഭാര്യ മക്കളെല്ലാവരും പറയുന്നൊരു കാര്യം, ബേസിലിൻ്റെ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ചിരി ഞാൻ അടുത്ത കാലത്തൊന്നും ആരുടെയും കണ്ടിട്ടില്ല. അത് ലൊക്കേഷനിൽ ഈ ചിരി നമ്മൾ 2 കാരവനിലാണെങ്കിൽ അപ്പുറത്തെ കാരവനിൽ ഈ ചിരിയാണ് ഇവിടെ കേൾക്കാൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും, എന്തേലും ഐറ്റം കിട്ടിയിട്ടുണ്ടോ വെച്ചാൽ അങ്ങോട്ട് പോകും. അങ്ങനത്തെ ഒരു സെറ്റായിരുന്നു, വളരെ അപൂർവം കാണുന്ന ഒരു സെറ്റായിരുന്നു. സുരേഷൻ ഈ സിനിമയിലേക്ക് എത്തുന്ന ഒരു കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ കോമഡി ഉണ്ട്, എല്ലാം ഒന്ന് ഇമോഷൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവുന്ന സിനിമയാണ്. അത്തരം സിനിമയിലേക്ക് വീണ്ടും കോമഡി കഥാപാത്രം ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നാനുള്ള കാരണം എന്തായിരിക്കും? അല്ല, മറ്റത് കുറേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്കും എന്തെങ്കിലും മാറ്റി ചെയ്യണമെന്നൊരു ആഗ്രഹം നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിന് പറ്റുന്നൊരു സാധനം വരുമ്പോഴത്തേക്കും ഇതൊന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്ന സംഭവമല്ല. ഇങ്ങനെ ഒരു സിനിമ നടക്കുന്നുണ്ട് നമുക്കറിയില്ല. നടികർ എന്ന സിനിമയിൽ ടൊവിയുമായിട്ട് അഭിനയിച്ചിട്ട്, ടൊവിയായിട്ട് നേരത്തെയും സൗഹൃദമുണ്ട്. ടൊവിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടൊവിയാണ് എൻ്റെ പറയുന്നത്, ഇങ്ങനൊരു കഥ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആ കഥ പറയാൻ ഡയറക്ടർ വരുന്നുണ്ട്, കേൾക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ നടികറിൻ്റെ ഒരു പ്രൊമോ സോങ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശിവൻ വരുന്നതും ഈ കഥ പറയുന്നതൊക്കെ. അപ്പോൾ ജസ്റ്റ് എൻ്റെ 1 ലൈൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ബേസിലൊക്കെയാണ് അഭിനയിക്കുന്നതും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്തായാലും ഉണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ കയറിയതാണ് അത്. അങ്ങനെ ആദ്യമായിട്ടൊരു ബസ് ഡ്രൈവറായിട്ടൊക്കെ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ് ബസ് ഡ്രൈവർ ആവുന്നത് അല്ലേ? അല്ല, അങ്ങനെ ഒരു ഡ്രൈവറുടെ ഒരു സാധാരണ കാക്കി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള സാധാരണ ലൈൻ ബസ്സിലെ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനും ചിലപ്പോൾ എൻ്റെ ഒരു ഫിസിക്ക് വെച്ചിട്ടാണോ അറിയത്തില്ല, അങ്ങനെ ചിലപ്പോൾ വേറൊരു ഡയറക്ടറോ അല്ലെങ്കിൽ ആരും അങ്ങനെ കാസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല എനിക്ക്. ഇതിലത്തെ എല്ലാ കാസ്റ്റിങ്ങിലും അങ്ങനത്തെ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ രാജേഷിൻ്റെ ഈ ആരോഗ്യം വെച്ചിട്ട് അയാൾ ഒരു സീരിയൽ കില്ലറായിട്ടൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കാണിക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അപൂർവം ആൾക്കാർ മാത്രമേ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു വെറൈറ്റി കാസ്റ്റിംഗ് ഇതിലുണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഇതിനകത്തുണ്ടായിട്ടുണ്ട്. ഈ എനിക്കൊന്ന് ബേസിലിൻ്റെ തന്നെ ക്യാരക്ടർ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു ഗെറ്റപ്പാണ്. ഇതുവരെ നമ്മൾ കാണാത്തൊരു ഗെറ്റപ്പാണ്. ബേസിൽ പറയുന്ന ഡയലോഗുകളാണ്, ഇപ്പം ട്രെയിലറിലാണെങ്കിലും പറയുന്ന ഡയലോഗുകളാണെങ്കിലും വ്യത്യസ്തമാണ്. അത് സിനിമയിൽ വരുമ്പോൾ കുറേ കൂടുതൽ എനിക്ക് തോന്നുന്ന ട്രെയിലറിൽ കിടന്നുകൊണ്ടിട്ട് തലയണിൽ അടിച്ചുകൊണ്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് എനിക്ക് തോന്നുന്നു ബേസിൽ ഇതിനു മുമ്പും അങ്ങനത്തെ ഡയലോഗുകൾ, അലറി പറയുന്ന ഡയലോഗുകളുണ്ട്. അതിലും വ്യത്യസ്തമാവുന്നുണ്ടോ ഇതിനകത്ത്? ക്യാരക്ടറിന് അങ്ങനെ ഭയങ്കര ഡെപ്തോ ഡീറ്റെയിലിങ്ങുകളോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ല ബേസിക്കലി. ഇതൊരു പ്രോപ്പർ
ഒരു വ്യാളിച്ചെറുക്കൻ അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സിഗ്മ മെയിൽ എന്നൊക്കെ പറഞ്ഞ പോലെയൊക്കെ ആയിട്ട്. അപ്പോൾ പക്ഷെ അതൊരു ക്യാരക്ടർ സ്റ്റഡിയോ ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള ഒരു കഥയോ അല്ല ബേസിക്കലി. അപ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഡെപ്തിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയവും ഇല്ല ഈ സിനിമയിൽ. കാരണം ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാം കൂടെ ബസ്സിൽ ഒരു രാത്രി ഒരു അഡ്വഞ്ചറാണ് ഇവരുടെ എല്ലാം കൂടെ. ഒരു ഒറ്റ രാത്രി നടക്കുന്ന കഥയുമാണ്. അപ്പോൾ എല്ലാ സീനിലും ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു ക്യാരക്ടറിലേക്ക് മാത്രം നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നുമില്ല. എല്ലാവർക്കും അവരുടേതായുള്ള ഒരു ഐഡന്റിറ്റിയും കോസ്റ്റ്യൂമിലും ലുക്കിലും ചെറിയ മാനർസിസത്തിലൊക്കെ വരുന്നു, സംസാരത്തിലൊക്കെ അത് അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള രീതിയിലുള്ള. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ക്യാരക്ടർ റിവൺ സിനിമയല്ല. അപ്പോൾ അതിന് അങ്ങനെ വലിയ വ്യത്യസ്തത എന്നുള്ള രീതിയിൽ പക്ഷേ ഒത്തിരി ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. പെർഫോമൻസ് വൈസ് ഒക്കെ ഒരുപാട്. ഇപ്പോൾ പൊന്മാനാണ് ഇപ്പോൾ ബേസിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയിട്ട് എല്ലാവരും പെർഫോമറായിട്ട് പറയപ്പെടുന്ന സംഭവം. ഒരു പക്ഷേ അതിൻ്റെയൊക്കെ ഈക്വലായിട്ടൊക്കെ നിൽക്കാൻ പറ്റുന്ന പെർഫോമൻസ് ഉള്ള ക്യാരക്ടർ തന്നെയാണ്. കുറച്ച് ലൗഡാണ് മൊത്തത്തിൽ. വെറുതെ കോമഡി മാത്രമല്ല, അല്ലാതെ ലൗഡാണ്. അതാണ് ഞാൻ ചോദിച്ചത്. അത് ഇപ്പോൾ പൊന്മാൻ കണ്ടുകഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വേറൊരു രീതിക്കാണ് ബേസിൽ മാറുന്നത്. അത് പെട്ടെന്നൊരു ചേഞ്ചിങ് ആണ് ബേസിൽ. എനിക്ക് മൊത്തത്തിൽ ലുക്കിൽ വരെ ഒരു മാറ്റം ഈ സിനിമയിൽ കാണുന്നുണ്ട്. ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരാളാണ്. കുറച്ചധികം വൈബ്രൻസി കൂടിപ്പോയോ എന്നുള്ളൊരു പ്രശ്നമാണ് പുള്ളിയുടെ ക്യാരക്ടറിന്. അതായത് പോലീസ് സ്റ്റേഷന് ഈ നാട്ടിൽ ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷന്റെ ഫോട്ടോ എടുത്ത് OLX എടുത്തിട്ട് വിൽക്കാനിട്ടിരിക്കുകയാണ്, ഫോർ സെയിൽ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തനാണ്. പോലീസ് സ്റ്റേഷൻ OLX വിൽക്കാനിടുന്നു, നാട്ടുകാർക്കൊക്കെ ഒരു ബാധ്യതയായിട്ട് മാറുന്നു, ഒരു ശല്യമായിട്ട് മാറുന്നു എന്ന് പറയണ പോലത്തെയൊക്കെ ആയിട്ട് നാട്ടിൽ. പക്ഷെ പുള്ളിയുടെ ഇന്റൻഷൻ നാട് നന്നാക്കുക, സമൂഹത്തെ സേവിക്കുക എന്നൊക്കെ പറയുന്ന ഇന്റൻഷനാണ്. പക്ഷെ അത് എല്ലാം നേരെ തിരിഞ്ഞ പുള്ളി ചെയ്യുന്നതും പറയുന്നതൊന്നും കറക്റ്റായിട്ടല്ല സംഭവിക്കുന്നത് പുള്ളിയുടെ ജീവിതത്തിൽ. അപ്പോൾ അത് ഇപ്പോൾ ലവ് ലൈഫിലാണെങ്കിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് സിനിമയിലും പല പോയിന്റിലും ആവശ്യമില്ലാത്ത പുള്ളിയുടെ അത്തരത്തിലുള്ള ഇടപെടലുകൾ സിനിമയുടെ കഥാഗതിയെ പല രീതിയിലും മാറുകയും അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് ചെന്നകപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കൂടെ അവസാനം ഒരു കേവോസും പ്രശ്നങ്ങളും ബഹളങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സും അവസാനമൊക്കെ ആയിട്ടത് ഒരു വേറൊരു രസമുള്ളൊരു പരിപാടിയിലേക്ക് അത് എൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് കഥ കൊണ്ട് നിർത്തുന്നു അല്ലേ? ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇപ്പോൾ ഈ ഒരു ബസ് റൂട്ടിലെ ആണല്ലോ രാത്രി യാത്ര എന്ന് പറയുമ്പോൾ ഒരു അനുഭവം ഉണ്ടാകും. ചിലപ്പോൾ ഒരു കഥ എഴുതുമ്പോൾ ഒരു അനുഭവം, ചില ആളുകൾക്ക് അനുഭവങ്ങളുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിനകത്ത് നമുക്ക് മെയിനായിട്ടൊരു ഇവന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ തുടക്ക പോർഷൻ അത് ഞാൻ ബസ് യാത്ര ചെയ്തപ്പം ഉണ്ടായിട്ടുള്ളതാണ്. അതിൽ നിന്നാണ് ബാക്കി ക്യാരക്ടേഴ്സിനെ കുറച്ച് ഡിഫറെൻ്റ് ആക്കുക, സീരിയൽ കില്ലർ ആക്കുക, ഡ്രൈവർ, കണ്ടക്ടർ. ഞാൻ എൻ്റെ വീട്ടിലോട്ട് തന്നെ 2 സ്റ്റോപ്പ് കൂടെ ഉള്ളൂ. അപ്പം ബസ്സിലധികം ആൾക്കാരൊന്നും ഇല്ല. അന്നേരം നടന്നൊരു ചെറിയൊരു ഇൻസിഡന്റ്, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പിന്നെ നമ്മളായിട്ട് ആഡ് ചെയ്തതാണ്. അതൊരു സീരിയൽ കില്ലർ ആവണം, അങ്ങനെ ബാക്കി. അത് ഇങ്ങനൊരു കഥ അനുഭവത്തിൽ നിന്ന് മൊത്തത്തിൽ ഉണ്ടാകത്തില്ല. ചെറിയ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നാണ് ബാക്കി കഥ മൊത്തത്തിൽ വരുന്നത്. എല്ലാ ക്യാരക്ടേഴ്സും ഫ്രഷ് ആണ്, പുതിയ ക്യാരക്ടേഴ്സ് ആണല്ലോ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. ഡയലോഗ്സ് ആണെങ്കിലും സീൻസ് ആണെങ്കിലും എല്ലാവർക്കും ഒരു പുതുമയുണ്ടായിരിക്കും. സുരേഷേട്ടന്റെ ക്യാരക്ടറിന്റെ പേര് ജിതിൻ കുമാർ സി. ജിക്കു എന്നാണ് വിളിക്കുന്നത്. ഇടയ്ക്ക് ഫുൾ നെയിം വിളിക്കുന്നുണ്ട്. ബേസിലെ ക്യാരക്ടറിന്റെ പേര് ലൂക്ക്. അരവിന്ദൻ അരുവി എന്ന് പറയും. സീരിയൽ കില്ലർ. ഇവിടെ ജെസ്സി. അത് നാടൻ കുട്ടിയുടെ ഒരു പേര്. ഒരു ഗ്രാമമാണ്. ഒരു വള്ളിക്കുന്ന് എന്നാണ് ഗ്രാമത്തിന്റെ പേര്. എല്ലാ വള്ളികളുള്ള ഗ്രാമം. ആ വള്ളിക്കുന്നിനകത്ത് ഒരു വേൾഡാണ് ഈ ബസ്സിലാണ് കഥ നടക്കുന്നത്. ബസ് ഒരു മേജർ ക്യാരക്ടറാണ്. ബസ്സിന്റെ പേര് വീണപൂ എന്നാണ്. വീണപൂ. അപ്പൊ എല്ലാ പേരുകളും വെറൈറ്റി ഉണ്ട്. കുമാരനാശാന്റെ വീണപ്പൂ മരിച്ചതിനെ പറ്റിയാണല്ലോ വീണപ്പൂ എന്ന് പറയുന്നത്. സെറ്റ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ പണ്ട് വീണപ്പൂ എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്. അത് പണ്ട് ഡെഡ് ബോഡി കൊണ്ടുപോകാനെ കൊണ്ട് ഒരു ആള് സർക്കാരിന് അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതിന്റെ പേര് വീണപ്പൂ എന്നായിരുന്നു. സോ അത് പിന്നെ കുമാരനാശാന്റെ വീണപ്പൂ എന്ന് പറയുമ്പോൾ ആ പുഷ്പത്തിന്റെ അവസാനം ഇതാണല്ലോ, അതാണ് വീണപ്പൂ എന്നിട്ടിരിക്കുന്നത്. ഈ മരണമാസം എന്ന് പേരിടാൻ കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാസല്ല അത്. ഈ മാസം എന്ന് വെച്ചാൽ വെയിറ്റ് എന്നാണ്. മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എപ്പോഴും നായകൻ പോയി വില്ലനെ ഇടിക്കുക, അങ്ങനത്തെ മാസ് എൻട്രി അങ്ങനെ. ഇതിൽ നമ്മൾ ഇടി മേടിക്കുകയാണ് ആദ്യം തൊട്ട് അവസാനം വരെ, ഇടിയോടിടി. ഈ മാസം എന്ന് വെച്ചാൽ ഭാരമാണ്, മരണ ഭാരം. അതാണ് ഞാൻ കൃത്യമാണ്. അങ്ങനെയാണല്ലേ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തമാശകളാണ്, അതിന്റെ തമാശകളാണ് അല്ലേ. ഈ വേഷം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പം ഒരു
സീരിയൽ കില്ലർ ഇപ്പൊ നേരത്തെ അതുപോലെ ഈ ശരീരത്തിന് പറ്റിയ അങ്ങനെ വിശ്വസിക്കാൻ കഴിയണില്ല എന്നുള്ളൂ, ഈ വേഷം കിട്ടുമ്പോൾ എന്താണ് തോന്നിയത്? ശിവന്റെ സിനിമയല്ലേ, ശിവൻ എൻ്റെ സുഹൃത്താണ്. നമ്മൾ സിനിമ പരിപാടികളൊക്കെ തുടങ്ങുമ്പോൾ മുതൽ ശിവൻ പരിചയമുള്ള ആളാണ്. അപ്പൊ ശിവന്റെ സിനിമയിൽ ഏത് വേഷം കിട്ടിക്കഴിഞ്ഞാലും അപ്പോൾ ചാടി പുറപ്പെട്ട് ചെയ്യാന്നുള്ളതാണ് അതാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ ഈ വേഷം കിട്ടിക്കഴിഞ്ഞപ്പോന്ന് വെച്ചാൽ ഇത്രയും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിജുവിനെ. പിന്നെ സുരേഷ് ചേട്ടനെ ഞാൻ ഇതിലാണ് പരിചയപ്പെടുന്നത്. എൻ്റെ ഇമേജേ വേറെ ആയിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാം പൊളിഞ്ഞു. എന്തായിരുന്നു ഇമേജ് വെച്ചിരുന്നത്? പിന്നെ എനിക്ക് പിന്നെ എന്താ അങ്ങനെ ഇപ്പം ബേസിലിൻ്റെ കൂടെ അഭിനയിക്കുക അതൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. പിന്നെ അനിഷ്മ എനിക്ക് പൂവലിലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ്. അങ്ങനെ എനിക്ക് ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഭയങ്കര കൂടുതലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തതുപോലത്തെ അല്ലാത്തൊരു ക്യാരക്ടറല്ലേ, എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് കിട്ടിയത്. എനിക്ക് ഭയങ്കര ഹെവി ക്യാരക്ടറാണത്. നല്ല വേഷം ഞാൻ ചെയ്ത്. സുരേഷിനെ കണ്ട ഒരാളെ അല്ല സെറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോ അല്ലേ നമ്മള് പ്രതീക്ഷിക്കുന്ന ആളാ. നല്ല സംസാരപ്രിയനാണ്, നല്ല തമാശകൾ പറയും, നമ്മൾ പറയുന്നതിൽ എൻജോയ് ചെയ്യാൻ കൂടും. നമ്മുടെ മുന്നിലുണ്ടായിരുന്ന കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു? ആദ്യം കാണുമ്പോൾ സുരേഷിനെ കാണുമ്പോൾ ഒരു കാഴ്ചപ്പാടോടെയല്ലോ പോകുന്നത്, അപ്പൊ എങ്ങനെയായിരുന്നു? വാസന്തി ലക്ഷ്മിയില് തുമ്പ ചെന്നാഗിതെന്ന് പറഞ്ഞിട്ട് വരുന്ന ആള് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആലോചിക്കുകയാണ്, ഈ മരണമാസം എന്നുള്ള സിനിമ ഇല്ലായിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സിൽ ഞാൻ ഇപ്പോഴും അതേപോലെ ഈ പടമുണ്ടായ ആകെ ഒരു ഗുണം ഇവരുടെയൊക്കെ മനസ്സ് എന്നെ പറ്റി തെറ്റിദ്ധാരണ മാറി കിട്ടിയത്. ഞങ്ങൾ 3 Dot സ്റ്റുഡിയോയിലാണ് ഷൂട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പം സുരേഷ് ചേട്ടന് ഇടക്ക് മറ്റേ മുറിയിൽ നിന്ന് ഷൂട്ടൊന്നും ഇല്ലെങ്കിലും എല്ലാം നടന്നിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കും. അപ്പൊ ഞങ്ങളൊന്നും കുറച്ച് എപ്പൊ തുടങ്ങും എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നതാണോ ഞാൻ വിചാരിക്കും, ഇയാള് ഇങ്ങനെ ഒരാളാണല്ലോ വരുന്നതെന്നൊക്കെ വിചാരിക്കും. പക്ഷെ പിന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അയ്യോ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലേ? അല്ല ഇത് പൊതുവെ എല്ലാവർക്കും ഉള്ള കേട്ടോ സുരേഷ്, സ്വാഭാവികമാണ്. എന്തോ കാരണം എനിക്കറിയത്തില്ല. നമുക്ക് ഞാൻ ആലോചിച്ചിട്ടൊരു പിടിയില്ല. ഇപ്പൊ എല്ലാവരും മുമ്പിൽ നമുക്ക് തുറന്ന് കാണിക്കാൻ പറ്റില്ല അത്. അതെ അതെ അതെ. പക്ഷെ ഇങ്ങനെ കൂട്ടം കൂടുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് സുരേഷേട്ടനെ പഠിക്കാൻ പറ്റും എല്ലാവർക്കും, അത് ഉറപ്പ് തന്നെയാണ്. അതാണല്ലോ സുരേഷേട്ടൻ നമ്മുടെ ആളാവും, അതാ നമ്മുടെ സ്വന്തക്കാരനാവും, നമ്മളൊരാളായി മാറുവാണ്, ഞങ്ങളെ സ്വന്തക്കാരനാവുന്നതാണ്, സ്വന്തം. ഇപ്പൊ ഡയറക്ടറിന്റെ വീട്ടിലെ അമ്മ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ സുരേഷേട്ടനാ വിളിക്കുന്നതെന്നാ പറഞ്ഞു. മോനെ കഴിച്ചോ, ശിവ എവിടെ ഇവിടെ എന്തെടുക്കുക, പ്രശ്നമൊന്നുമില്ലല്ലോ. 2 ദിവസമായിട്ട് വിളിച്ചില്ലെങ്കിൽ ശിവൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കും. സുരേഷേട്ടാ എന്താണ് കോള് കണ്ടില്ല, ഇല്ല റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താ മോനെ. അതുകൊണ്ടാണ് സമാധാനമുള്ളൂ. നമ്മളൊരു പടം ചെയ്യുമ്പോൾ മാക്സിമം ആ ടീമിന്റെ കൂടെ പരമാവധി അത്രയും കാലം പിന്നീടും അത് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളും അങ്ങനെയാണ്. ഈ ഒരു ടീം അടുത്ത ടീം അങ്ങനെ അങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുക. അല്ല സുരേഷിന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഇവരുമായിട്ട് കൂടിയ ഒരു എക്സ്പീരിയൻസ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ഇതിപ്പോ സുരേഷ് അപ്പുറ ക്യാരവാനിലാണെങ്കിൽ ബേസിലെ ശരി കേട്ടാൽ നമ്മളവിടെ ഓടിയെത്തും എന്ന് പറഞ്ഞില്ലേ, ആ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലഘട്ടം ഏതായിരിക്കും? രണ്ടിനും രണ്ട് ഇതുണ്ട്. ഇപ്പം എൻ്റെ ഒക്കെ സമയത്ത് എനിക്ക് രാജൻ പി ദേവും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് എൻ്റെ വർഗീസ് അങ്ങനെ കുറേ ഒത്തിരി ആൾക്കാരായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. ആ ഒരു അന്ന് അതും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക് മാറിയേ പറ്റൂ. നമ്മൾ ഞാനായിട്ട് നിൽക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്, മനസ്സിലായില്ലേ? മറ്റത് നമുക്ക് കുറച്ച് ബഹുമാനവും മറ്റതെല്ലാം കൊടുത്ത് എന്നാൽ കമ്പനിയോട് എല്ലാവരുമായിട്ടും അന്നും ആ പ്രായത്തിലെ ആൾക്കാരും എനിക്ക് നല്ല കമ്പനിക്കാരായിരുന്നു. രാജൻ പി ദേവൊക്കെ ഉള്ള സമയത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾ മിക്കവാറും ഒക്കെ ഒരു 2 ദിവസത്തിൽ ഫോൺ ചെയ്യുന്ന കുറേ പടങ്ങൾ ഒരുമിച്ച് അച്ഛനും മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത കമ്പനിക്കാരനൊക്കെ ആയിരുന്നു പുള്ളി. എന്നെക്കാൾ എത്രയോ മൂത്ത ആളാണ്. അങ്ങനെ ഞാൻ അവിടെയും സിംഗാവായിരുന്നു, ഇവരുടെ കൂടെയും ഞാൻ ഓക്കെയാണ്. നടികരിലൂടെയാണ് ഇങ്ങനെ ഒരു വേഷങ്ങളിലൂടെ വീണ്ടും ഒന്ന് തിരിച്ചെത്തുന്നത് ഈ ഒരു ഗ്യാങ്ങിലേക്ക്. നടികർ ടൊവിനോ നായകനായതിന്റെ പേരിലും ഇതിന്റെ പ്രൊഡ്യൂസറും കൂടിയായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ചർച്ചയ്ക്ക് വല്ലപ്പോഴും ചിലപ്പോൾ പേര് വന്നതായിരിക്കാം. അപ്പൊ ടൊവിക്ക് അറിയാം ഞാൻ എന്താണെന്നാൽ ടൊവിക്ക് അറിയാം. അയ്യോ നമ്മുടെ കക്ഷിയാണ് പെട്ടെന്ന് വിളിയെന്നൊക്കെ പറഞ്ഞാണ് ചോദിക്കും. അങ്ങനെ ഒരു വിളി വന്നു പോയി, പെട്ടെന്നൊരു വിളിയായിരുന്നു. അതെ 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 പെട്ടെന്ന് ഈ ബേസിൽ പൊതുവെ ഇപ്പം സ്റ്റേജുകൾ കയ്യിലെടുക്കുവാണ്. എവിടെ പോയാലും ക്യാമ്പസിൽ പോയാലും അതെ ഏതെങ്കിലും ലോഞ്ചിന് പോയാലും സ്റ്റേജ് കയ്യിലെടുത്ത് ഇപ്പോൾ അർമാദമാണ് ബേസിൽ. അതിന് പെട്ടെന്നൊരു ചേഞ്ച് ആണല്ലോ ബേസിൽ.
പെട്ടെന്നുള്ള ചേഞ്ച് ഒന്നല്ല. അതെ പൊതുവേ ബേസിൽ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അല്ല, ഒരു അല്ല, ഭയങ്കര നേരത്തെ ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു ബേസിൽ. ആണ് പഠിക്കുമ്പോ മുതൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബേസിൽ കുറേ നാളത്തെ അങ്ങനെ പോസിറ്റീവ് വൈബുള്ള ഒരാളാണ് ബേസിൽ. ഞാൻ പോസിറ്റീവ് വൈബ് എല്ലാ സ്ഥലത്തും എടുക്കില്ല. ഇപ്പൊ ഫുൾ എവിടെയും പോസിറ്റീവ് വൈബ് ആണ്. അതാണ് വേണ്ടത് കേട്ടോ. അല്ല, പണ്ട് വെറുതെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. വെറുതെ ഇപ്പൊ എന്തിനാ ഞാൻ ഇപ്പൊ എടുത്തിട്ടല്ലേ കാര്യം. റോട്ടിൽ കൂടെ നടക്കുമ്പോഴൊക്കെ പട്ടാണെന്ന് പറയും. ഇപ്പൊ എടുത്തിട്ടുള്ള കാര്യമുള്ളൂ. അതിനുള്ള അവസരം കിട്ടണ്ടേ? നല്ല ഇപ്പൊ അവസരങ്ങൾ എങ്ങനെയാണ്? ഇപ്പൊ അവസരം എന്ന് പറയുന്നത് നമ്മൾ സിനിമ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ വേദികളിലൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു, എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ ആയിട്ട്. അപ്പോഴൊക്കെ അതിന്റെ അത്തരത്തിൽ ബേസിൽ എല്ലാവരും അവരുടെ വീട്ടിലത്തെ ഒരാളെ പോലെ കാണുന്നത്. മനസ്സിലായല്ലേ? അത് ഭയങ്കര ഒരു അല്ല, ബേസില് എനിക്ക് പേഴ്സണലി അറിയാം, ബേസിലൊരു സ്വഭാവം എല്ലാവരോടും സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കാനും ഇഷ്ടപ്പെടാനും ഒന്നും മാറി പോകുന്ന ഒരാളല്ല. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബേസിലിനെ സംബന്ധിച്ചില്ല എനിക്ക് ഫീൽ ചെയ്തൊക്കെ അങ്ങനെയാണ്. നമ്മൾ പല സ്ഥലത്തും കണ്ടു, പക്ഷെ എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കാൻ ചിരിക്കാനെങ്കിലും മടി കാണിക്കാതെ പോകുന്ന ഒരാളാണ് ബേസിൽ. അതാണ് ബേസിൽ അയൽവക്കംകാരനാണ്, നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണെന്ന് ആളുകൾ കാണുന്നത്. അത് എക്കാലവും ബേസിൽ സൂക്ഷിക്കണമെന്നാണ് എൻ്റെയൊക്കെ ഒരു ആഗ്രഹവും. അങ്ങനെ തന്നെ മുന്നോട്ടുള്ള യാത്രയാണ്. അങ്ങനെയുള്ളവർക്കാണ് എന്നും എവിടെയും സ്ഥാനമുള്ളത്. ഇതൊക്കെ ഒരിക്കലും മാറാൻ പറ്റത്തില്ല. നമുക്ക് ചിലരെ അറിയും, ചിലരെ കണ്ടറിയാം. ഇത് ചിലപ്പോ മാക്സിമം അടുത്ത പടം കൂടെ കഴിഞ്ഞാൽ വേറെ ഐറ്റത്തിലേക്ക് പോകുന്നൊക്കെ അറിയാം. ബേസിലൊന്നും ഒരിക്കലും മാറില്ല. തീർച്ചയായിട്ടും അതാണ്. അങ്ങനെ മാറാതിരിക്കട്ടെ. എല്ലാം ഓക്കെ ആകട്ടെ. മരണമാസം സൂപ്പർ ഹിറ്റ് ആകട്ടെ. നമ്മൾ ഏപ്രിൽ 10-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും സിനിമയുടെ കൂടെ ഞങ്ങളും ഉണ്ടാവും എല്ലാ ദിവസവും സിനിമയ്ക്കൊപ്പം. താങ്ക് യു.